പിന്നെ പ്രൊസീജിയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വരുന്ന രജിസ്ട്രേഷൻ ആണ്. നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് അതുപോലെ ഡോക്യുമെന്റേഷൻ ആണ് ഫസ്റ്റ് കളക്ട് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കില്ല് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. അത് എറണാകുളം പട്ടിമറ്റത്ത് വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ടെസ്റ്റ് മുമ്പായി തന്നെ ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യും. അത് ഓപ്ഷണൽ ആണ്. ഡ്രൈവിംഗ് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളവർക്ക് ട്രെയിനിങ് വളരെ ഹെൽപ്ഫുൾ ആണ്. അതൊരു 5 days ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. പെർ ഡേ 1 hour വെച്ചിട്ടായിരിക്കും വരിക. 5 days വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. എല്ലാം ണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം എത്ര ഡേയ്സ് ട്രെയിനിങ് വേണം എന്നുള്ളത്. റൈറ്റ് ഹാൻഡ് ട്രാക്കിലായിരിക്കും ഈ ഒരു ടെസ്റ്റ് വരുന്നത്. ഈ ഒരു നിങ്ങൾ വണ്ടി ഓടിക്കുന്നത്, അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ് അവർ റെക്കോർഡ് ചെയ്ത് വീഡിയോ ഈ ടൈപ്പ് കമ്പനീസിലേക്ക് അയച്ചു കൊടുക്കുക ചെയ്യുന്നത്. സ്ലോവേനിയയിലുള്ള ടൈപ്പ് കമ്പനീസിൽ അയച്ചു കൊടുക്കുക ചെയ്യുന്നത്. കമ്പനീസ് ഡയറക്റ്റ്ലി നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കിൽ ഇവാലുവേറ്റ് ചെയ്യും. അപ്പൊ വീഡിയോ അതുപോലെ തന്നെ പ്രൊഫൈൽ ബേസ്ഡ് ആയിരിക്കും കമ്പനി പിന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സിന് കമ്പനി ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും. ബേസിക് ക്വസ്റ്റ്യൻസ്, എക്സ്പീരിയൻസ്, അവൈലബിലിറ്റി ഒക്കെ ആയിരിക്കും അവർ ഡിസ്കസ് ചെയ്യുക. നമ്മൾ ഇന്റർവ്യൂ പ്രിപ്പറേഷന് ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. ഇൻ കേസ് ഇന്റർവ്യൂ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂവിന് നമ്മൾ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. അതായത് നോക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യത്തുള്ളൂ കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഓഫർ ലെറ്റർ ആണ്. ഇപ്പൊ ഇന്റർവ്യൂ നമ്മൾ പാസ് ആവുകയാണെങ്കിൽ ഓഫർ ലെറ്റർ കിട്ടുക ചെയ്യുക. ഇന്റർവ്യൂ ക്ലിയർ ചെയ്താൽ കമ്പനി ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്യും. അതുപോലെ തന്നെ സാലറി, ജോബ് റോള്, ടേം എല്ലാം, അതായത് ടേംസ് എല്ലാം ഇതിനകത്ത് ഓഫർ ലെറ്ററിൽ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ കോഡ് 95 തിയറി അതാണ് വരുന്നത്. അതായത് ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഡ് 95 ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. കോഡ് 90 സർട്ടിഫിക്കറ്റ് യൂറോപ്പിൽ ഹെവി വെഹിക്കിൾസ് ഓടിക്കുന്നവർക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അപ്പം സിമുലേറ്റർ ട്രെയിനിങ്, പോളിഗൺ ട്രാക്ക് ട്രെയിനിങ്, ഇതൊക്കെ ട്രെയിനിങ്ങിൽ ഇൻക്ലൂഡഡ് ആണ്. കൂടാതെ ഈ ട്രാഫിക് റൂൾസ്, സേഫ്റ്റി റെഗുലേഷൻസ്, പ്രൊഫഷണൽ വെഹിക്കിൾ ഹാൻഡ്ലിംഗ്, ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവിംഗ് ഡിസിപ്ലിൻസ് എക്സെട്ര. ഇത്ര, അതായത് കൂടാതെ ലെഫ്റ്റ് ഹാൻഡ് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും അതുകൂടാതെ നാട്ടിൽ വെച്ചിട്ട് തന്നെയായിരിക്കും ഈ ലെഫ്റ്റ് ഹാൻഡ് പ്രാക്ടിക്കൽ ട്രെയിനിങ് വരുന്നത്. എറണാകുളം പട്ടിമറ്റത്ത് വെച്ചിട്ട് തന്നെയായിരിക്കും വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ഈ ഒരു തിയറി ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്ലോവേനിയ ചെന്നിട്ടുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ സമയത്തുള്ള ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ അതുപോലെ കോഡ് 95 ട്രെയിനിങ്ങിന് പാരലൽ ആയിട്ട് തന്നെ നമ്മൾ TRP പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ വർക്ക് പ്ലസ് റെസിഡൻസ് പെർമിറ്റ് അപ്ലൈ ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ ഡോക്യുമെന്റേഷൻ, അപ്പോയിന്റ്മെന്റ്, ഫോളോ അപ്സ് എല്ലാം നമ്മൾ തന്നെയായിരിക്കും നോക്കുന്നത്. അപ്പോൾ TRP അപ്രൂവൽ കഴിഞ്ഞാൽ ഫൈനൽ സ്റ്റെപ്പാണ് നമ്മൾ സ്ലോവേനിയയിൽ പോകുക എന്നുള്ളത്. ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ ലീഗൽ ആൻഡ് ട്രാൻസ്പെറന്റ് പ്രോസസ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് രജിസ്ട്രേഷൻ മുതൽ സ്ലോവേനിയ ലാൻഡിംഗ് വരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നോൺ എക്സ്പീരിയൻസ്, അതായത് നമ്മൾ 2 രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത് പറഞ്ഞല്ലോ, നോൺ എക്സ്പീരിയൻസ്ഡ്, എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ. അപ്പം ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നോൺ എക്സ്പീരിയൻസ്ഡ് എന്നുള്ള രീതിയിൽ വരുന്ന ആൾക്കാരുടെ പ്രൊസീജിയറാണ്. സെക്കൻഡ്, അതായത് പ്രൊസീജിയറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ഫസ്റ്റ് വരുന്നത് രജിസ്ട്രേഷൻ ആണ്. രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി തിയറി ആൻഡ് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിലേക്കായിരിക്കും പോകുന്നത്. പിന്നെ ഓപ്ഷണൽ ട്രെയിനിങ് വരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് വരുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് കമ്പനി ഷോർട്ട് ലിസ്റ്റിംഗ് ആൻഡ് ഇന്റർവ്യൂ ആണ്. ഓൺലൈനായിട്ടായിരിക്കും ഇന്റർവ്യൂ വരുന്നത്. അതിനുശേഷം ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്യും. ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞായിരിക്കും TRP ആൻഡ് വർക്ക് പെർമിറ്റ് അപ്രൂവൽ വരുന്നത്. ആൻഡ് ഫൈനലി TRP കളക്ട് ചെയ്താൽ നിങ്ങൾക്ക് സ്ലോവേനിയയിലേക്ക് ഫ്ലൈ ചെയ്യാം. ഇങ്ങനെയാണ് ഒരു ഹോൾ പ്രൊസീജിയർ നോൺ എക്സ്പീരിയൻസിന്റെ കേസിൽ വരുന്നത് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ ഒരു സ്ലോവേനിയ വർക്ക് പെർമിറ്റ് നിങ്ങൾക്ക് ലോങ് ടേം യൂറോപ്യൻ ഫ്യൂച്ചറിലേക്ക് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ്. അപ്പോൾ ഫസ്റ്റ് വരുന്ന ഇപ്പൊ യൂറോപ്പിലേക്ക് നിങ്ങൾ എൻട്രി ചെയ്താലുള്ള ലീഗൽ പാത്തേ ആണത്. അപ്പോൾ വർക്ക് വിസ പ്ലസ് റെസിഡൻസ് പെർമിറ്റ് ആണ് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂറോപ്പിൽ ലീഗലി വർക്ക് ചെയ്യാൻ ഫുൾ റൈറ്റ് കിട്ടും. ഇതൊരു ലീഗൽ EU കരിയർ പാത്തേ ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന സ്ലോവേനിയ യൂറോപ്പിന്റെ ഒരു കീ ലോജിസ്റ്റിക്സ് ഹബ്ബാണെന്നുള്ളത്. ഇറ്റലി, ഓസ്ട്രിയ, ഹംഗറി, ക്രൊയേഷ്യ ഈ എല്ലാ കൺട്രീസിന്റെയും കണക്ട് ചെയ്യുന്ന ഒരു കൺട്രിയാണ് സ്ലോവേനിയ എന്ന് പറയുന്നത്. അപ്പൊ യൂറോപ്പിൽ ബിസിനസ് നടക്കുന്നത് കൊണ്ട് തന്നെ റോഡ് ത്രൂ ട്രാൻസ്പോർട്ട് വഴി തന്നെയാണ്. അപ്പൊ ഫാക്ടറീസ്, സൂപ്പർ മാർക്കറ്റ്, ഓൺലൈൻ ഓർഡേഴ്സ് എല്ലാം ട്രക്ക് വെച്ചിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പൊ റെയിൽ അല്ലെങ്കിൽ ഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിലും ഫൈനൽ ഡെലിവറി ഓൾവേസ് ട്രക്ക് വെച്ചിട്ട് തന്നെ ആയിരിക്കും നടക്കുന്നത്. അപ്പം യൂറോപ്പിൽ ഒരുപാട് ഡ്രൈവേഴ്സ് ഷോർട്ടേജ് ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതിൽ ഒരു ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഓൾ ഡ്രൈവേഴ്സ് റിട്ടയർഡ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഇപ്പൊ യൂറോപ്പിൽ നോക്കുകയാണെങ്കിൽ കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ഒക്കെയാണ് ഹെവി ഡ്രൈവേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഇപ്പൊ അവിടെ കുറച്ച് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. പ്രോപ്പർ ലൈസൻസ് ഇല്ല, സർട്ടിഫിക്കേഷൻ മിസ്മാച്ച്, പിന്നെ ലീഗൽ പാത്വേ ക്ലിയർ അല്ല, പെർമിറ്റ് റിജക്ഷൻസ്, ഇതെല്ലാം അവോയ്ഡ് ചെയ്യാനാണ് ഈ ഒരു ട്രെയിനിങ് പ്ലസ് കാബിനറ്റ് പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് ഒക്കെ കീപ്പ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ട് ഡിമാൻഡും വളരെയധികം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്ലോവേനിയ കമ്പനീസിലേക്ക് ഔട്ട്സൈഡ് യൂറോപ്പിൽ നിന്ന് ഡ്രൈവേഴ്സിനെ ഹയർ ചെയ്യേണ്ടി വരുന്നത്.
ലോങ് ടേം ഡിമാൻഡും ഉണ്ട്, സ്റ്റേബിൾ ജോബ് ഓപ്പർച്യൂണിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റേ ബാക്ക് ഉണ്ട്. അതുപോലെ സ്റ്റേ ബാക്ക് ആൻഡ് ലോങ് ടേം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുവാണെങ്കിൽ ഇതൊരു ഷോർട്ട് ടേം ജോബ് അല്ല, ജോബ് കണ്ടിന്യൂ ചെയ്യണം, അതുപോലെ കമ്പനി ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ലോങ് ടേം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആണ്. ഇപ്പൊ യൂറോപ്പിൽ സ്റ്റേ ബാക്ക് ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ എംപ്ലോയ്മെന്റ് കോൺട്രാക്ടിന്റെ കേസിൽ ഇയർലി നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റും. ഇത് ജോബ് കണ്ടിന്യൂറ്റി ആൻഡ് ഇൻകം സ്റ്റെബിലിറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്മൾ 5 years ലീഗലി കംപ്ലീറ്റ് ചെയ്താൽ PR നമുക്ക് എലിജിബിലിറ്റി കിട്ടും. പിന്നെ PR കിട്ടിക്കഴിഞ്ഞാൽ ജോബ് ഫ്രീഡം, ലോങ് ടേം സെറ്റിൽമെന്റ്, ഫാമിലി സ്റ്റെബിലിറ്റി എല്ലാം ഇംപ്രൂവ് ആവും. ചെയ്യാൻ സ്ട്രക്ചർഡ് പാത്ത് ഉണ്ട്. അപ്പൊ ലോങ് ടേം പ്ലാൻ ചെയ്യുന്നവർക്ക് ഇത് വളരെ സ്ട്രോങ് അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ട്രക്ക് ഡ്രൈവേഴ്സിന് ഹൈ ഡിമാൻഡ് ഉണ്ട്, അതുകൊണ്ട് ജോബ് അവൈലബിലിറ്റി സ്റ്റേബിൾ ആണ്. പിന്നെ ഇൻകം പ്രെഡിക്റ്റബിളും ആൻഡ് സെക്യൂർ ആണ്. പിന്നെ അതുപോലെ മാർക്കറ്റ് ഡിമാൻഡ് കാരണം ജോബ് ലോസ് റിസ്ക്കും കുറവാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ടോപ്പിക് നമ്മൾ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചോദിക്കാം കേട്ടോ. പ്രോസസ്സിംഗ് ടൈം നമുക്ക് ഏകദേശം വരുന്ന ഒരു 7 to 8 months ആണ് നമുക്ക് ടോട്ടൽ പ്രോസസ്സിംഗ് ടൈം വരുന്നത്. അതുകൊണ്ടല്ല, നമുക്ക് ബാക്കിയുള്ള അതായത് TRP ഡോക്യുമെന്റ് സബ്മിഷൻ വരെ നമുക്ക് ഒരു 2 months 2.5 months വരെ നമുക്ക് ഏകദേശം നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. അത്രയും ടൈം മതി. പക്ഷെ നമുക്ക് എംബസി ത്രൂ ആണ് കാര്യങ്ങൾ, ബാക്കി TRPയുടെ സബ്മിഷനും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ എംബസിയിൽ നമുക്കൊരു ഡേറ്റ് നമുക്കായിട്ട് എടുക്കാൻ പറ്റില്ല, അവർ അലോട്ട് ചെയ്ത് തരുന്ന ഡേറ്റിലാണ് നമുക്ക് പോയിട്ട് ബയോമെട്രിക്സ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുറച്ച് നാൾ മുന്നേ വരെ നമുക്ക് കുറച്ച് ഡിലേ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു ബയോമെട്രിക്സിന്റെ ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളൊരു 7 to 8 months പറയുന്നത്. ഇപ്പൊ ഉള്ള പിള്ളേർക്ക് അത്യാവശ്യം സ്പീഡിൽ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ടോട്ടൽ പാക്കേജ് പറയുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 7 to 7.5 lakhs നമുക്ക് ടോട്ടൽ പാക്കേജ് വരുന്നത്. ഫുഡ് ആൻഡ് അക്കോമഡേഷന്റെ കേസിലാണെങ്കിൽ ഡിപ്പെൻസ് ആണ്. ഇപ്പം പല കമ്പനീസും ഡിപ്പെൻസ് ആണ്. ചില കമ്പനീസ് പ്രൊവൈഡ് ചെയ്യാം, ചില കമ്പനീസ് പ്രൊവൈഡ് ചെയ്യത്തില്ല. അതായത് ഓഫർ ലെറ്ററിൽ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഡീറ്റെയിൽ വിസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. നോൺ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ നമുക്ക് ഏകദേശം ടോട്ടൽ കോസ്റ്റ് വരുന്നത് 7 to 7.5 lakhs തന്നെ ആയിരിക്കും. ഫുൾ ഫീ ഒരുമിച്ച് തരണ്ട, അതായത് നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ബേസ് തന്നാൽ മതി കേട്ടോ. നമ്മൾ പേയ്മെന്റ് സ്ട്രക്ചർ തരും, അതനുസരിച്ച് ക്ലിയർലി പേയ്മെന്റ് ചെയ്താൽ മതി. അതിനകത്ത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും എപ്പോഴത്തേക്ക് എങ്ങനെയൊക്കെയാണ് പേയ്മെന്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, ഓൾറെഡി ഹെവി ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം നോൺ എക്സ്പീരിയൻസിന്റെ കേസിൽ എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ 2 years എക്സ്പീരിയൻസ് എങ്കിലും മിനിമം വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ഉള്ള രീതിയിൽ നമുക്ക് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ടെസ്റ്റിലേക്ക് പോകും. ഇപ്പം എക്സ്പീരിയൻസ് ഇല്ല എന്നാണ്, ഇപ്പം 2 yearsനെക്കാട്ടും കുറവാണ് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വരുന്നത് രജിസ്ട്രേഷൻ ആണ്. രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്ട്ലി ഓൺലൈൻ ക്ലാസ്സിലേക്കായിരിക്കും വരുന്നത്. അതിന് ശേഷമായിരിക്കും നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് വരിക കേട്ടോ. നോൺ എക്സ്പീരിയൻസിന്റെ കേസിൽ നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ല. എക്സ്പീരിയൻസ് ഡ്രൈവർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ 2 years എക്സ്പീരിയൻസ് എങ്കിലും മിനിമം വേണമെന്നാണ് പറയണേ. അപ്പൊ ആ രീതിയിൽ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ഡ്രൈവിംഗ് ടെസ്റ്റ് വരുന്നത് എറണാകുളം പട്ടിമറ്റത്താണ്. 5 years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് നോക്കാം കേട്ടോ. ആ രീതിയിൽ തന്നെ നമുക്ക് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ പോകും. അതിനുശേഷം ഓഫർ ലെറ്റർ അങ്ങനെയായിരിക്കും വരിക. ഓക്കെ, പ്രോസസിംഗ് ടൈം വരുന്നത് ഏകദേശം ഒരു 7 to 8 months ആട്ടോ. അതായത് നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് ഏകദേശം 7 to 7.5 lakhs ആണ്. വിസ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല ഫുൾ പേയ്മെന്റ് തരേണ്ടി വരുന്നത്. നമ്മൾ ഓരോ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടി വരിക കേട്ടോ. ലാംഗ്വേജ് മസ്റ്റ് അല്ല, നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് മതി. സ്ലോവേനിയൻ ലാംഗ്വേജ് വേണമെന്നില്ല, നിർബന്ധമില്ല. മാൻഡറ്ററി അല്ല കാര്യത്തില്. ഇംഗ്ലീഷ് ലാംഗ്വേജ് മതി. അതായത് ഭയങ്കര ഫ്ലുവൻസി എന്നവർ പറയുന്നില്ല, ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അതാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും ഡൗട്ടൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ വെബിനാർ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ കൺക്ലൂഡായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്ട്രക്ചർഡ് ആൻഡ് പ്രൂവൻ പാത്വേ ആണ് യൂറോപ്പിലേക്ക്. ലോങ് ടേം കരിയർ ഗ്രോത്ത്, ഗ്ലോബൽ എക്സ്പ്ലോഷർ ആൻഡ് സെക്യൂർ ഫ്യൂച്ചർ എല്ലാം ഇത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ കോൺഫിഡൻറ്റോടുകൂടെ യൂറോപ്പിലേക്ക് സ്റ്റെപ്പ് ചെയ്യാൻ റെഡി ആയിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് റൈറ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. സോ മാക്സിമം
നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ യൂറോപ്പിലേക്ക് ഹെവി ഡ്രൈവർ ജോബ്സിന് ഹ്യൂജ് നമ്പേഴ്സ് ഓഫ് വേക്കൻസീസ് അവൈലബിൾ ആണ്. പിന്നെ സാലറി പാക്കേജ് വളരെ അട്രാക്റ്റീവ് ആണ്. സീറ്റ്സ് എല്ലാം പെട്ടെന്ന് ഫിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഓൾറെഡി നമ്മുടെ എക്സ്പേർട്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മൾ ത്രൂ സ്റ്റുഡൻസിനൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ സേഫ് ആൻഡ് സ്റ്റേബിൾ യൂറോപ്പ് ഹെവി ഡ്രൈവർ കാര്യം നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഫർദർ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്തോളൂ. സോ വിത്ത് ദാറ്റ് ഞങ്ങളുടെ വെബിനാർ കൺക്ലൂഡ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. നിങ്ങളുടെ വാല്യുബിൾ ടൈം ഇത് എടുത്ത് ജോയിൻ ചെയ്തതിന് എല്ലാവർക്കും താങ്ക്സ്.